ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോ മാസ്റ്റർ എഡ്ജ് വണ്ടി സെൽഫ് എടുക്കാത്ത കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. സെൽഫ് അടിക്കണ സമയത്ത് നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സൗണ്ട് വ്യത്യാസത്തോടു കൂടിയിട്ട് വണ്ടി സ്റ്റാർട്ടാവാത്തൊരു കണ്ടീഷനിൽ സൗണ്ട് മാത്രമേ ഉള്ളൂ, വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഹോണ് അതൊന്നും പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല, ഹോണിൻ്റെ സ്വിച്ചൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചാൽ, അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് നോക്കാനായിട്ട് ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് സംഭവിച്ചാണ് എന്ന് വെച്ചാൽ ഈ ബെൻഡെക്സ് യൂണിറ്റ് സെൽഫ് മോട്ടറുമേ നിന്ന് കോൺടാക്റ്റ് വന്നത് ക്രാങ്കുമേക്ക് കോൺടാക്റ്റ് വന്നത് ഈ ബെൻഡെക്സ് വെച്ചിട്ടാണ്. ഈ ബെൻഡെക്സ് വന്ന് പിടിക്കുന്ന വീല് അതിൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ പല്ലൊക്കെ ഒടിഞ്ഞു പോയേക്കാം. ഈ സൈഡിൽ നിന്ന് ഇവിടുത്തെ ഓരോ പല്ലുകളൊക്കെ എടുത്തു പോയേക്കാണ്. അതേപോലെ തന്നെ ബെൻഡെക്സ് നോക്കുമ്പോൾ അറിയാം ബെൻഡെക്സിൻ്റെയും ആ ടീത്ത്, അതായത് പല്ലുകൾ മൊത്തം തേയ്മാനം വന്ന് പോയേക്കാം. അതേപോലെ ബെൻഡെക്സിൻ്റെ ബെൻഡെക്സ് പിടിപ്പിക്കുന്ന കപ്പ് ഓൾറെഡി പൊട്ടി കിടക്കുക അതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ റെഡി ആക്കേണ്ടത് ഒന്ന് ബെൻഡെക്സ് മാറണം, ഈ കപ്പ് മാറ്റിയിടണം, ഈ വീല് മാറ്റിയിടണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ വീല് പിടിപ്പിക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റുമാണ്. ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ശരിക്കും ഈ കംപ്ലയിൻറ്റ് വരാനുള്ള കാരണം തന്നെ ഈ വന്ന ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റ് എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ ഭാഗമാണ്. അത് അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നിട്ട് ഈ വീല് കറങ്ങുന്ന സമയത്ത് ഇങ്ങനെ കയറി ഇറങ്ങി വർക്ക് ചെയ്യും. അതായത് കറക്റ്റ് അലൈൻമെൻറ്റ് അല്ലാതെ ഒരു ബെൻഡായ കണ്ടീഷനിൽ നിൽക്കുമ്പോൾ ഇതിങ്ങനെ കയറി ഇറങ്ങി വർക്ക് ചെയ്യും. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് മുകളിലാണ് ഈ ബെൻഡെക്സ് യൂണിറ്റ് നിൽക്കുക. അതുമ്പോൾ പോയി ലോഡായിട്ടാണ് ആ കംപ്ലയിൻറ്റ് കാണിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നിലവിൽ ഈ വീലും ബെൻഡെക്സും കപ്പും മാറ്റിയിടാം. ഈ ക്രാങ്ക് ഷാഫ്റ്റ് ഇപ്പോൾ ബെൻഡുള്ളത് അലൈൻമെൻറ്റ് ചെയ്തിടാനാണ് പറ്റുള്ളൂ. കാരണം അലൈൻ ചെയ്തിടാം, പക്ഷേ എങ്കിൽ കൂടി അത് റിപ്പീറ്റ് വീണ്ടും പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. 99% സാധ്യതയുണ്ട്. കാരണം ഈ മോഡൽ വണ്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കംപ്ലയിൻ്റ് ആണത്. ഇതിപ്പോൾ നമ്മൾ റെഡിയാക്കി ഇട്ടുമെന്ന് എഴുതിയിട്ട് 100% മാറും. ഇപ്പോൾ കംപ്ലയിൻറ്റ് മാറിപ്പോവും, ഇപ്പോൾ നമ്മളത് റെഡിയാക്കി തരും. പക്ഷേ എങ്കിൽ കൂടി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഈ പ്രോബ്ലം റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കതിന് വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് എഞ്ചിൻ അഴിച്ചിട്ട് ക്രാങ്ക് അലൈൻ ചെയ്ത് കയറ്റിയിടാന്നുള്ളതാണ്. അതായത് ക്രാങ്ക് സെറ്റ് ചെയ്ത് വെൽഡ് ചെയ്ത്. പക്ഷേ എങ്കിൽ കൂടി റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വന്നേക്കണ ചരിത്രമുണ്ട് മറ്റുള്ള വണ്ടികളിൽ. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഉള്ള പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് തരാം. നമുക്കൊരു 100% ഒരു ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. വണ്ടി ഇപ്പോൾ കംപ്ലയിൻ്റൊക്കെ മാറിപ്പോവും, പക്ഷേ എങ്കിൽ കൂടി റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. പിന്നെ ഇതുമ്പോൾ കിടക്കുന്ന ബെൽറ്റൊക്കെ കമ്പനി ബെൽറ്റൊന്നുമല്ല, ഒരു കുറഞ്ഞ ചാത്തനാണ്, ചാത്തൻ ബെൽറ്റ് കിടക്കണേ. പക്ഷേ അത് പുതിയതാണ്, തൽക്കാലം വേറെ പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ അത് തന്നെയാണ് നിലനിർത്തുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഹോണിൻ്റെ സ്വിച്ചൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അതായത് കംപ്ലയിൻ്റ് ആണത്, പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ച് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിടാനുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ്. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്യേണ്ട. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. ഓക്കെ.